കഴിഞ്ഞു. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ സാധിക്കുന്നത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഏഞ്ചലിനെ സംബന്ധിച്ച് ഏഞ്ചൽ 7 മണിയാകുമ്പോഴേക്കും കുളിച്ച് റെഡിയായിട്ട് കളിക്കുകയാണെങ്കിൽ അതിന് മുൻപൊക്കെ റെഡിയായിട്ട് 7 മണിയാകുമ്പോഴേക്കും പ്രാർത്ഥന ചെല്ലണം. അത് നിർബന്ധമാണ്. കുടുംബത്തെ പ്രാർത്ഥന ചെല്ലുന്നത് ഏഞ്ചലാണ്. ഈശോയുടെ ഏത് കാര്യങ്ങളും ചെയ്യാനും ഒരു മടി അവൾക്കില്ല. രാവിലെ കുർബാന 7 മണിക്ക് 6 മണിക്കുള്ള കുർബാന അവൾ കാണാറുണ്ട്. അത് നൊവേന കാണും, പിന്നെ വചനങ്ങൾ കാണും, പിന്നെ വൈകിട്ടാണെങ്കിലും വചനത്തിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ അവൾ കേൾക്കും. അവൾക്ക് ഇഷ്ടമാണ് വചനത്തെ പറ്റി പറയുന്നത്. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നവരി ക്ലാരമ്മച്ചി ചോദിച്ചു, അതൊന്നുമല്ല, എന്തോ ഉണ്ട് ക്ലാരമ്മച്ചി. എന്റെ മനസ്സിൽ ഒരു സങ്കടമുണ്ട്. 2 ദിവസം മുൻപ് പൂർ ഫണ്ട് കുട്ടികൾ കൊണ്ടുവന്നിരുന്നു. ഞാൻ ക്ലാസ് ലീഡർ ആയതുകൊണ്ട് എന്നോട് പണം കളക്ട് ചെയ്യാൻ ടീച്ചർ പറഞ്ഞു. ആ പണം ഒരു കൊച്ചു പേഴ്സിലാക്കി ഞാൻ ബാഗിൽ വെച്ചതാണ് ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിക്കാൻ. പിറ്റേ ദിവസം ബാഗിൽ നോക്കിയപ്പോൾ പേഴ്സ് കാണാനില്ല. കുട്ടികളും ടീച്ചറും ഞാനും ക്ലാസ് മുഴുവൻ തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. പണം സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ലീഡർ എന്ന് പറഞ്ഞ പലരും പരിഹസിച്ചു. അവിടെ തന്നെ പണം എടുത്തിട്ട് കള്ളത്തരം പറയുന്നത് കണ്ടോ മറ്റു ചിലർ. ക്ലാസ് ലീഡറിനെ മാറ്റണം ടീച്ചർ. അപമാനമാനം കൊണ്ട് എനിക്ക് തല ഉയർത്താൻ കഴിഞ്ഞില്ല. ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. മറിയൊരു ദുഃഖം അണപ്പൊട്ടി. മോൾ സമാധാനിക്ക്. ഈ വർഷം തിരുസഭ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വർഷമായി ആചരിക്കുകയാണ്. എന്റെ മോള് ഈ യൗസേപ്പ് പിതാവിനെ പ്രാർത്ഥിക്ക്. ക്ലാരമ്മച്ചിയും പ്രാർത്ഥിക്കാം. ഇന്ന് കുർബാന മധ്യേ ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞ പ്രസംഗം കേട്ടോ യൗസേപ്പ് പിതാവിനെ പറ്റി? ഞാനൊന്നും കേട്ടില്ല ക്ലാരമ്മച്ചി. അയ്യോ, എന്ത് നല്ല പ്രസംഗമായിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ യൗസേപ്പ് പിതാവിനെ പറ്റി വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാതെ ഭക്തി വർദ്ധിച്ചതുപോലെ തോന്നി. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ താഴൻ, കന്യാവർത്തക്കാരുടെ കാവലാള്, തൊഴിലിന്റെ മധ്യസ്ഥൻ, തിരുകുടുംബത്തിന്റെ നാഥൻ, ദൈവപുത്രന്റെ വളർത്തു പിതാവ്. ദൈവനിയോഗം മനസ്സിലാക്കാത്ത സാധാരണ ജനങ്ങൾക്കിടയിൽ മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തയാള്. ഗബ്രിയേൽ അച്ഛന്റെ കുർബാന മധ്യയുള്ള പ്രസംഗം അതേപടി ക്ലാരമ്മച്ചി പറയുകയാണ്. പെട്ടെന്ന് ഒരു വാചകം മരിയുടെ മനസ്സ് ഉടക്കി. മനസ്സിലെവിടുന്നു ഒരു ശക്തി കിട്ടിയതുപോലെ മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തയാള്. ക്ലാരമ്മച്ചി, യൗസേപ്പ് പിതാവ് സത്യം തെളിയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇന്നു മുതൽ ഞാൻ നോയന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ഒരു പൈസ കെട്ടിയിട്ടില്ല. എന്തൊരു ആവേശമായിരുന്നു മരിയുടെ വാക്കുകൾക്ക്. ആൻ കാണാതെ മരിയ കണ്ണു തുടച്ചു. ഇനി എപ്പോഴും വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് മാധ്യസ്ഥം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. അവൾ ഉന്മേഷവതിയായി ഒത്തിരി സമാധാനത്തോടെ വീട്ടിലേക്ക് നടന്നു. ഓടുന്ന വഴിയിലുള്ള യൗസേപ്പ് പിതാവിന്റെ കപ്പലിൽ കയറി മനം നൊന്ന് പ്രാർത്ഥിച്ചു. കുറെ നേരം യൗസേപ്പ് പിതാവിന്റെ രൂപത്തിലേക്ക് നിൽക്കുന്നു. ഒന്നും പേടിക്കണ്ട എന്ന് തന്നെ മറിയ വീടിന്റെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് അമ്മ ഓടി ഒന്ന് പറഞ്ഞു, മോളെ, നീ പേടിച്ച കിട്ടി? വിശ്വസിക്കാനാവാതെ അവൾ ചോദിച്ചു, എവിടുന്നാ അമ്മേ? മോളെ, ഞാൻ മുറി വൃത്തിയാക്കുകയായിരുന്നു. ആ സമയത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന
കുഞ്ഞുവാവിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഒരു പേഴ്സ്. ഞാനത് എടുത്തു നോക്കി. അത് കാണാതെ പോയ നിന്റെ പേഴ്സാണെന്ന് എനിക്ക് മനസ്സിലായി. അവനെടുത്തിട്ടതായിരിക്കും. അമ്മ പറഞ്ഞു നിർത്തി. മരിയയ്ക്ക് കാര്യം മനസ്സിലായി. ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന മിഠായി പലപ്പോഴും കുഞ്ഞു അവയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. മിഠായി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അവൻ പേഴ്സ് എടുത്തിട്ടുണ്ടാവും. പേഴ്സ് തുറക്കാൻ അറിയാത്ത അവൻ കുറച്ചു നേരം ശ്രമിച്ചിട്ട് അത് കളിപ്പാട്ടങ്ങൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഭാഗ്യം, പൈസയൊന്നും പോയില്ലല്ലോ. സന്തോഷസിദ്ധിയായ മരിയ പണമടങ്ങിയ പേഴ്സുമായി തിരുകുടുംബത്തിന്റെ രൂപത്തിനു മുമ്പിൽ വന്നു നിന്നു. യവസേ പിതാവിന് നന്ദി അർപ്പിച്ചു പ്രാർത്ഥിച്ചു. യവസേ പിതാവിന്റെ മുഖം അവിടെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ക്ലാരമ്മച്ചിയുടെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത യവസേ പിതാവ് തന്നെ ഈ വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു. പ്രിയ കൂട്ടുകാരെ, അപ്രതീക്ഷിതമായ വേദനകൾ നമ്മെ തളർത്തിയേക്കാം. അപമാനത്തിനൊടുവിൽ അഭിമാനമുണ്ടെന്നും സങ്കടത്തിനപ്പുറം സന്തോഷമുണ്ടെന്നും കുശുമരണത്തിനപ്പുറം ഉദ്ധാനമുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ യവസേ പിതാവിന് പ്രത്യേകം പ്രതിഷ്ഠിതമായ ഈ വർഷത്തിൽ മരിയയെ പോലെ ഏതൊരു പ്രതിസന്ധികൾക്കിടയിലും തളരാതെ മുന്നേറാൻ വിശുദ്ധ യവസേ പിതാവിന്റെ മധ്യസ്ഥം നമുക്ക് തേടാം. നന്ദി.